മുന്നോട്ടുമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജനജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളും സൗകര്യങ്ങളും പ്രദാനം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അതിദയനീയമായും ദാരുണമായും പരാജയപ്പെടുന്നതിനോ നമ്മൾ സാക്ഷികളല്ല, ഇരകളായി കൊണ്ടിരിക്കുകയാണ്. KCB സ്വകാര്യവൽക്കരിക്കുകയില്ല, ഈ സർക്കാരിന്റെ കാലത്ത് സ്വകാര്യവൽക്കരിക്കുകയില്ല എന്നാണ് നമ്മളോട് വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് പറയാനുള്ളത്, ഈ നാട്ടിലെ ജനങ്ങളോട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇതൊരു വഞ്ചനയാണ്, തട്ടിപ്പാണ്, കബളിപ്പിക്കലാണ് എന്നതാണ്. നമ്മളുടെ പൊതുമേഖലാ സ്ഥാപനമായ, കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമായ KCB സ്വകാര്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റുമായി ഒപ്പുവെച്ച ഒടുവിലത്തെ ധാരണപ്രകാരം 100 കോടിയിലധികം രൂപ, 100 കോടി 115 കോടി രൂപ സബ്സിഡിയായി കേരള ഗവൺമെന്റിന് അല്ലെങ്കിൽ KSRTCക്ക് ലഭിച്ചു. അതിന് പകരമായി KCB നടത്തേണ്ട പുനഃക്രമീകരണം എന്ന് പറയുന്നത് ഒന്ന് ക്രോസ് സബ്സിഡി ഒഴിവാക്കുക എന്നതാണ്. അഥവാ എല്ലാ തലത്തിലുള്ള ഉപഭോക്താക്കൾക്കും, കാർഷിക ഉപഭോക്താക്കൾക്കും, വ്യാവസായിക ഉപഭോക്താക്കൾക്കും, വാണിജ്യ ഉപഭോക്താക്കൾക്കും, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഉപഭോക്താക്കൾക്കും ഒരേ തരത്തിലുള്ള ചാർജാണ് ഇനി മുതൽ നിലവിൽ വരാൻ പോകുന്നത്. അങ്ങനെ ചാർജ് നിലവിൽ വരുത്തുന്നതിന്റെ ഭാഗമായാണ് നിരന്തരമായ ചാർജ് വർധനവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാർജ് രംഗത്തുള്ള ക്രോസ് സബ്സിഡി അവസാനിക്കുവാൻ പോവുകയാണ്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന്റെ അവർ കണക്കാക്കുന്ന വില മുഴുവൻ ഉപഭോക്താക്കളും നൽകേണ്ടുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനത്തിലേക്കും നയത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനുണ്ടായിരുന്ന, കാർഷിക ഉപഭോക്താക്കൾക്കുണ്ടായിരുന്ന സബ്സിഡി അവസാനിക്കുവാൻ പോവുകയാണ്. അഥവാ KCB എന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ, ക്ഷേമരാഷ്ട്രത്തിന്റെ ഭാഗം എന്നതിൽ നിന്ന് അതൊരു ശുദ്ധ വാണിജ്യ വ്യവസായ സ്ഥാപനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ദുരിതവും ദുരന്തവുമാണ് അടിക്കടിയുള്ള ചാർജ് വർധനവുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചാർജ് ഓരോ വർഷവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നതും ഈ കരാറിന്റെ, KCBയുടെ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായ നടപടിക്രമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ KCBയെ സമ്പൂർണമായി സ്വകാര്യവൽക്കരിക്കുവാനുള്ള ഉപാധികളിൽ ഒപ്പുവെച്ച് 115 കോടി രൂപ കൈപ്പറ്റിയ മന്ത്രിയാണ് അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താതെ, ഒട്ടും സുതാര്യമല്ലാത്ത ആ ഇടപാടിന്റെ വിശദാംശങ്ങൾ ജനമധ്യത്തിലെ പബ്ലിക്കിന് ലഭ്യമാക്കുവാൻ സന്നദ്ധമാകാതെ KCB ഈ ഗവൺമെന്റിന്റെ കാലത്ത് സ്വകാര്യവൽക്കരിക്കുകയില്ല എന്ന് നിരന്തരം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. അവശേഷിക്കുന്ന കാര്യം, ഈ ഗവൺമെന്റ് KCBയെ സ്വകാര്യവൽക്കരിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഞങ്ങൾ ഈ മന്ത്രിസഭ നടത്തുകയില്ല, അത് വേണമെങ്കിൽ അടുത്ത മന്ത്രിസഭയ്ക്ക് നടത്താവുന്നതാണ് എന്നത് മാത്രമാണ് മിസ്റ്റർ ആര്യാടൻ മുഹമ്മദിന്റെ ഈ പ്രസ്താവനയുടെ യഥാർത്ഥമായ അർത്ഥമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മെ ചുരുങ്ങിയത് ജനങ്ങളിത് തിരിച്ചറിയുകയെങ്കിലും ചെയ്യണം എന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് ആവശ്യപ്പെടാനുള്ളത്. ഇത് ഭരണഘടനയുടെ മുഖ്യപ്രതിജ്ഞയുടെ ലംഘനമാണ്. ജനങ്ങളോട്, നിയമസഭയോടും പൊതുജനങ്ങളോടും മാധ്യമങ്ങളോടും ഒരു മന്ത്രി നടത്തിയ ഭരണപരമായ കാര്യങ്ങൾ, അതിന്റെ ഒരു വസ്തുതയും വെളിപ്പെടുത്താതെ, അത് പബ്ലിക്കിൽ ചർച്ചയ്ക്ക് വെക്കാതെ ഉദ്യോഗസ്ഥരോട് ആ കരാറിൽ ഒപ്പിടാനാണ് നമ്മളുടെ ബഹുമാന്യനായ മന്ത്രി ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഇതിനെതിരായ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു സ്വത്ത്, എന്റെയും നിങ്ങളുടെയും ഒരു പൊതു സ്വത്ത്, നമ്മളുടെ ഒരു വീട്ടിലെ സ്വത്ത് അത് അന്യാധീനപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, അത് സ്വകാര്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെന്റ് 1990 മുതൽ തുടർന്നു വരുന്ന കോൺഗ്രസ് ഗവൺമെന്റുകൾ ആരംഭിച്ചതും പിന്നീട് വന്ന എല്ലാ ഗവൺമെന്റ്
നടത്തിയതും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിശക്തമായി തുറന്നുകൊണ്ടിരിക്കുന്ന ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നടപടിക്രമങ്ങളുടെ ഭാഗമാണിത്. ഇതിന്റെ യാഥാർത്ഥ്യങ്ങള് കോൺഗ്രസും ഗവൺമെന്റും ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ KSRTC നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് റൂട്ടുകൾ നിരന്തരമായിട്ട് വെട്ടിക്കുറക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇതേപോലുള്ള നയങ്ങൾ പിന്തുടരുന്ന മറ്റ് സംസ്ഥാന ഗവൺമെന്റുകൾ കാണിക്കുന്ന ഒരു ജനക്ഷേമ താൽപര്യം പോലും നമ്മളുടെ സർക്കാർ കാണിക്കുന്നില്ല. ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യുന്നത്. തൊട്ടപ്പുറത്തെ തമിഴ്നാട്ടിലെ ജയലളിത സർക്കാർ ജനക്ഷേമ സർക്കാരൊന്നുമല്ല. ആഗോളവൽക്കരണത്തിനോ ഉദാരവൽക്കരണത്തിനോ സ്വകാര്യവൽക്കരണത്തിനോ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നോ നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്നോ വ്യത്യസ്തമായ എന്തെങ്കിലും രാഷ്ട്രീയ നിലപാടുകളോ വികസന കാഴ്ചപ്പാടുകളോ വെച്ചുപുലർത്തുന്ന ഒരു സർക്കാരല്ല അത്. പക്ഷേ അവിടെ 1800 ബസ്സുകൾക്ക്, അവിടെ തമിഴ്നാട്ടില് 18,000 ബസ്സുകൾക്ക് 58 ലക്ഷം രൂപയുടെ നഷ്ടമാണ് പുതിയ കേന്ദ്ര ഗവൺമെന്റിന്റെ KSRTC-കള് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ്, അതുകൊണ്ട് അവർക്ക് സബ്സിഡി നൽകാൻ പറ്റുകയില്ല എന്ന നിലപാടിന്റെ ഫലമായിട്ട് സംഭവിച്ചത്. പക്ഷേ ഈ 58 കോടി രൂപയുടെ നഷ്ടം അവിടുത്തെ സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഏറ്റെടുക്കാനുള്ള തന്റെ മാർഗവും ജനപ്രതിബദ്ധതയും കാണിച്ചപ്പോൾ നമ്മളുടെ സർക്കാർ ചെയ്യുന്നത് റൂട്ടുകൾ ഓരോ ദിവസവും വെട്ടിക്കുറയ്ക്കുകയാണ്. അവര് KSRTC-യുടെ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകുകയാണ്. ഇത്ര റവന്യൂ ഇല്ലാത്ത റൂട്ടുകളെ കുറിച്ച് വിവരം നൽകണം. ആ റൂട്ടുകൾ വെട്ടിക്കുറക്കുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ റൂട്ടുകൾ വെട്ടിക്കുറച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. 16% മാത്രമാണ് ഒരു റൂട്ടില്, നമ്മളുടെ റൂട്ടുകളില് 16% ആണ് ഇത് ഓടുവാൻ വേണ്ടി ചെലവഴിക്കുന്നത്. 1800 ബസ്സുകള് ഈ ഒരു വരുമാനം പോലും ലഭിക്കാതെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾക്കൊരു ധാരണയുണ്ടാകും, സാധാരണ ആളുകൾക്ക് എത്തിപ്പെടാൻ വാഹന ഗതാഗതങ്ങളില്ലാത്ത ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് ഓടുന്നതാണ് ഈ 1800 ബസ്സുകള് എന്ന ഒരു തെറ്റിദ്ധാരണ ഒരുപക്ഷെ നമുക്കുണ്ടാകും. അല്ല എന്നാണ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറിച്ച് ഇങ്ങനെ ബസ്സുകൾ ഓടുന്നത് യഥാർത്ഥ റവന്യൂ പോലും ലഭിക്കാതെ ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള രാഷ്ട്രീയമായ ഇടപെടലുകളുടെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. 59% ശമ്പളവും പെൻഷനുമിനത്തിന് KSRTC ചെലവഴിക്കുന്നത്. 59% ശമ്പളത്തിനും പെൻഷനുമായിട്ട് ചെലവഴിക്കുന്ന ഒരു സ്ഥാപനം അവരുടെ ഡീസലിന്റെ എണ്ണയുടെ വിലവർദ്ധനവിന്റെ ഫലമായി